ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഇലയട ഉണ്ടാക്കാം. ഇത് സാധാരണ ഉണ്ടാക്കുന്ന രീതിയല്ല, കുറേ പൊടികളെല്ലാം ചേർത്ത് ഒരു കേരള സ്റ്റൈൽ ഇലയടയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലല്ല, കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ്, സാധാരണ അരിപ്പൊടിയാണ്. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം പൊടിയാണ്, അതുകൂടി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടുന്നത് ഇത് മൈദയാണ്, അതുകൂടി കുറച്ചിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. പൊടികളെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാനിത് ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ ഒരു ബോൾ രൂപത്തിൽ ആക്കിയിട്ട് ഒരു 10 to 15 മിനിറ്റ് ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. അതവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ശർക്കരയാണ്, അത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. അതിനായിട്ട് നമ്മൾ ബോളാക്കി വെച്ചിരിക്കുന്ന അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ചെറിയൊരു ബോൾ ഉണ്ടാക്കുക. അതിനുശേഷം ഇല എടുത്തിട്ടുണ്ട്. ഇലയിൽ ഇങ്ങനെ കുറച്ച് ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാനാണ്, നല്ല സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിങ്ങനെ തൊട്ട് ഇങ്ങനെ പരത്തി ഒട്ടും കട്ടിയില്ലാതെ പരത്തിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം തൊട്ടെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും കട്ടിയില്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ഈ കാണുന്ന രീതിയിൽ ഞാനിങ്ങനെ അടകളെല്ലാം പരത്തിയെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഏതാണ് വേണ്ടത് ആ രീതിയിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനിവിടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഇലയുടെ ഉണ്ടാക്കാനുള്ള അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളും ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം നന്നായിട്ട് പരത്തിയെടുത്ത ശേഷം അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ അടയും പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എല്ലാം ഇതുപോലെ മടക്കിയെടുത്ത ശേഷം നമുക്ക് വേവിക്കാനായിട്ട് വെക്കണം. അങ്ങനെ ഞാൻ എല്ലാം മടക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അടയും ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ വെക്കാനായിട്ട് ഒരു ഇഡ്ഡലി പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു തട്ട് വെച്ചിട്ട് നമുക്ക് എല്ലാം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരുപാട് തിക്കി വെക്കരുത്. ഇതിലൊരു ഞാനൊരു 6 എണ്ണം ഉള്ളൂ. 6 എണ്ണം ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ് ആവി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുക. നമ്മൾ വെന്ത് വന്ന ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈൽ സ്പെഷ്യൽ വെറൈറ്റി ഇലയട റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെയല്ല, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ അരിപ്പൊടി മാത്രം അല്ലെങ്കിൽ അരി മാത്രം ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇതിങ്ങനെ എല്ലാ പൊടികളും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. നമ്മളെല്ലാം യൂഷ്വലി ഉണ്ടാക്കുന്ന ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.